ഖർഗോവിന്ദ് ഖൊറാന പരീക്ഷണശാലയിൽ കൃത്രിമമായി സമന്വയിപ്പിച്ചത് ജീൻ. പരീക്ഷണശാലകളിൽ അണുനശീകരണത്തിന് ഉപയോഗിക്കുന്ന ഓട്ടോക്ലേവുകളിലെ ജലത്തിന്റെ തിളനില. അപ്പൊ 5 മുതൽ 10 വരെയുള്ള മലയാളം മീഡിയത്തിന്റെ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് സൂക്ഷിച്ച് കൈവയ്ക്കുക. ഇപ്പൊ തന്നെ ശേഖരിച്ചു തുടങ്ങുക. നമസ്കാരം, എൻട്രിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. HSAയുടെ PYQ സെഷൻ, അതിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം HSA നാച്ചുറൽ സയൻസ് എന്ന് പറഞ്ഞാൽ അതിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പാർട്ട് ബി എന്ന് പറയുന്നതാണ് നമ്മുടെ കോർ സബ്ജക്റ്റ്. അപ്പോൾ കോർ സബ്ജക്റ്റിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് വരുന്നത്. കഴിഞ്ഞ തൊട്ട് മുമ്പ് നടന്ന HSA നാച്ചുറൽ സയൻസിന്റെ PYQ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. നിങ്ങൾക്ക് അറിയാമല്ലോ, അതിനകത്ത് ബോട്ടണി ഉണ്ടാവും, അതുപോലെ സുവോളജി ഉണ്ടാവും, സസ്യശാസ്ത്രം ഉണ്ടാവും, ജന്തുശാസ്ത്രം ഉണ്ടാവും. ഇപ്പോഴും ഞാൻ പറയുന്നത് പോലെ നമ്മുടെ HSA നാച്ചുറൽ സയൻസിന്റെ എന്നല്ല, ഏതൊരു പരീക്ഷ എഴുതാൻ പോകുമ്പോഴും നമ്മുടെ കയ്യിൽ ആദ്യം എന്താ വേണ്ടത്? നമ്മുടെ കയ്യിൽ അതിന്റെ സിലബസ് ഉണ്ടായിരിക്കണം. അപ്പോൾ സിലബസ് ഒക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ട് തുടങ്ങാൻ. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിൽ കിടക്കാം. ഞാൻ പത്മശ്രീ രാധാകൃഷ്ണൻ. സസ്യകോശഭിത്തിയിലെ മിഡിൽ ലാമെല്ലയിൽ കാണപ്പെടുന്ന പ്രധാന ധാതു മൂലകം ഏതാണ്? സസ്യകോശഭിത്തി, സസ്യങ്ങൾക്ക് മാത്രമുള്ള ഒരു സാധനമാണ് കോശഭിത്തി എന്ന് പറയുന്നത്, അല്ലെ? കോശസ്തരം എന്ന് പറയുന്നത് ജന്തുക്കൾക്കും അതുപോലെ തന്നെ സസ്യങ്ങൾക്കുമുണ്ട്. എന്നാൽ കോശഭിത്തി എന്ന് പറയുന്നത് സസ്യകോശങ്ങൾക്ക് മാത്രമാണ് കാണപ്പെടുന്നത്. സസ്യകോശങ്ങളിലെ കോശഭിത്തിയിലെ മിഡിൽ ലാമെല്ലയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ധാതുമൂലകം ഏതാണ്? കാൽസ്യം. അപ്പൊ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. കാൽസ്യം ആണ് പ്രധാനപ്പെട്ട ധാതുമൂലകം. സംവഹന കലകൾ സൈലവും ഫ്ലോയും ഏത് തരം കോശങ്ങളിൽ നിന്നാണ് രൂപപ്പെടുന്നത്? എ ഡെർമറ്റോജൻ, ബി പെരിബ്രം, സി പ്ലീറോം, ഡി പെരിഡം. പ്ലീറോം എന്ന വാക്കിനേക്കാളും നിങ്ങൾ കൂടുതൽ കേട്ടിരിക്കുന്നത് പ്രോകാമ്പിയം എന്ന വാക്കായിരിക്കും, അല്ലെ? പ്രോകാമ്പിയം എന്ന വാക്കായിരിക്കും കേട്ടിട്ടുണ്ടാവുക. അപ്പൊ പ്രോകാമ്പിയത്തിൽ നിന്നാണ് അല്ലെങ്കിൽ പ്ലീറോമിൽ നിന്നാണ് സംവഹന കലകൾ വാസ്കുലർ ടിഷ്യൂ ആയ സൈലവും ഫ്ലോയവും ഉണ്ടാവുന്നത്. വാസ്കുലർ ടിഷ്യൂ അല്ലെങ്കിൽ സംവഹന കലകളായ സൈലവും ഫ്ലോയവും രൂപപ്പെടുന്നത് പ്ലീറോം അല്ലെങ്കിൽ പ്രോകാമ്പിയത്തിൽ നിന്നാണ്. പ്രോകാമ്പിയത്തിൽ നിന്നാണ്, പ്ലീറോം അല്ലെങ്കിൽ പ്രോകാമ്പിയത്തിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, സപുഷ്പികളിലെ പോഷണകലയായ എൻഡോസ്പേം ക്രോമസോം സംഖ്യയുടെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ, ട്രിപ്പിൾ ഫ്യൂഷൻ, അല്ലെ? ഡബിൾ ഫെർട്ടിലൈസേഷൻ, ട്രിപ്പിൾ ഫ്യൂഷൻ. ഒരു മെയിൽ ഗാമീറ്റിലെ ന്യൂക്ലിയസ് അത് പോളാർ ന്യൂക്ലിയസുമായി, 2 പോളാർ ന്യൂക്ലിയസുമായി, മെയിൽ ഗാമീറ്റ് അല്ലെങ്കിൽ മെയിൽ ആൺ ബീജം, പുംബീജം എന്ന് പറയുന്നത് N ആണ്, ഹാപ്ലോയിഡ് ആണ്. അങ്ങനെയുള്ള N ക്രോമസോം സംഖ്യയുള്ള 2 പോളാർ ന്യൂക്ലിയ ആയിട്ട് ചേരുന്നു, അല്ലെ? അപ്പൊ N+N+N 3 N ആയി, ട്രിപ്ലോയിഡ് ആയി. നമ്മൾ പഠിക്കേണ്ടത് ഡബിൾ ഫെർട്ടിലൈസേഷൻ, ട്രിപ്പിൾ ഫ്യൂഷൻ ഒക്കെയാണ്. ഡബിൾ ഫെർട്ടിലൈസേഷൻ, ട്രിപ്പിൾ ഫ്യൂഷൻ പഠിക്കാതെ എന്തായാലും ഈ ബോട്ടണിയിൽ ഈ പോർഷൻ ഒഴിവാക്കിക്കൊണ്ട് ഒരു ക്വസ്റ്റിനെ ഉണ്ടാവില്ല. എന്തായാലും ഡബിൾ ഫെർട്ടിലൈസേഷൻ, ട്രിപ്പിൾ ഫ്യൂഷനും പഠിച്ചിരിക്കണം. അപ്പോൾ മെയിൽ ഗാമീറ്റിലെ അല്ലെങ്കിൽ പുംബീജത്തിലെ N, ഹാപ്ലോയിഡ് N-ഉം അതുപോലെ പോളാർ ന്യൂക്ലിയയിൽ 2 N കൂടെ ചേരുമ്പോഴാണ് 3N ഉണ്ടാവുന്നത്. സപുഷ്പികൾ എന്ന് പറഞ്ഞാൽ ആൻജിയോസ്പേംസ്. ആൻജിയോസ്പേംസിലെ പോഷണകലയായ എൻഡോസ്പേം. അവിടെ തന്നെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയായി? ആൻജിയോസ്പേമിലെ പോഷണകലയാണ് എൻഡോസ്പേം. അതിലെ ക്രോമസോം സംഖ്യയുടെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? എൻഡോസ്പേം എന്ന് പറയുന്നത് ട്രിപ്ലോയിഡ് ആണ്, ട്രിപ്ലോയിഡ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. എൻഡോസ്പേം എന്താണ്? ട്രിപ്ലോയിഡ് ആണ്. N പുംബീജത്തിലെയും 2 പോളാർ ന്യൂക്ലിയസിലെ N+N-ഉം അങ്ങനെ 3 N കൂടെ ചേർന്ന് കഴിഞ്ഞാൽ 3N ആയി, ട്രിപ്ലോയിഡ് കണ്ടീഷനായി. അടുത്ത ചോദ്യം, 44ാമത്തെ ചോദ്യം, ബീജസങ്കലനം നടക്കാത്ത അണ്ഡത്തിൽ നിന്ന് ഭ്രൂണം രൂപപ്പെടുന്ന പ്രക്രിയയാണ് പാർത്തനോകാർപ്പി, പാർത്തനോജെനിസിസ്, പോളിഎംബ്രിയോണി, അഗാമോസ്പെർമി. അതിനകത്ത് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്, അല്ലെ? പാർത്തനോജെനിസിസ് അഥവാ അനിഷേക ജനനം. പാർത്തനോജെനിസിസ് അഥവാ അനിഷേക ജനനം വേറെയും ഇതേ ഓപ്ഷൻ വരുന്ന വേറെയും ചോദ്യങ്ങൾ വരുന്നുണ്ട്. പാർത്തനോജെനിസിസ്, പാർത്തനോകാർപ്പി എന്ന ടോപ്പിക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെർജിൻ മദർ എന്നാ പറയുന്നത്, കന്യകയായ അമ്മ. കന്യകയായ അമ്മ എന്ന് പറയുമ്പോൾ ബീജസങ്കലനം നടക്കാത്ത അണ്ഡം. ബീജസങ്കലനം നടക്കുമ്പോഴാണ് കന്യക അല്ലാതാവുന്നത്, അല്ലെ? ബീജസങ്കലനം നടക്കാത്ത അണ്ഡം എന്ന് പറയുമ്പോൾ കന്യകയായ അമ്മ, ആ ഭ്രൂണം, ആ അണ്ഡത്തിൽ നിന്ന് ഭ്രൂണം ഉണ്ടാവുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് പാർത്തനോജെനിസിസ് അഥവാ അനിഷേക ജനനം. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ഒരു സസ്യത്തിലെ 2 പുഷ്പങ്ങൾക്കിടയിൽ നടക്കുന്ന പരാഗണമാണ് ഗൈറ്റിനോഗമി. ഒരേ സസ്യത്തിലെ
ഒരേ സസ്യത്തിലെ 2 പുഷ്പങ്ങൾക്കിടയിൽ നടക്കുന്ന പരാഗണം. ഒരു ചെടിയിൽ തന്നെ 2 പൂവ്, അതിൽ നടക്കുന്ന ഒരു ചെടിയിലെ പൂവിൽ നിന്ന് പരാഗരേണുക്കള് അതേ ചെടിയിലെ തന്നെ മറ്റൊരു പൂവിലെ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതിനെയാണ് നമ്മൾ ഗൈറ്റനോഗമി എന്ന് പറയുന്നത്. പരാഗണം പഠിക്കണം. പരാഗണം, സ്വപരാഗണം, പരപരാഗണം, ആ തരത്തിലുള്ള പരാഗണത്തെ കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ എന്തായാലും വരാറുണ്ട്. അപ്പൊ ഗൈറ്റനോഗമി, ക്ലീസ്റ്റോഗമി ഒക്കെ നമ്മൾ പഠിക്കണം. ഗൈറ്റനോഗമി എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു സസ്യത്തിലെ 2 പുഷ്പങ്ങൾക്കിടയിൽ നടക്കുന്ന പരാഗണം. അതായത് ഒരു സസ്യത്തിലെ ഒരു പൂവിൽ നിന്ന് പരാഗരേണുക്കൾ അതേ സസ്യത്തിലെ മറ്റൊരു പൂവിന്റെ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതിനെയാണ് നമ്മൾ ഗൈറ്റനോഗമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. തിരഞ്ഞെടുക്കൽ അഥവാ സെലക്ഷൻ എന്ന വിള നശീകരണ പദ്ധതിയെക്കുറിച്ച് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഏറ്റവും പ്രാചീനമായ വിള നവീകരണ രീതിയാണ് പദ്ധതിയാണ് ഈ പറഞ്ഞ തിരഞ്ഞെടുക്കൽ അഥവാ സെലക്ഷൻ. സെലക്ഷൻ ഒരു തരത്തിലുള്ള ജനിതക മാറ്റങ്ങളും വിളയിൽ ഉണ്ടാക്കുന്നില്ല. ഒരു തരത്തിലുള്ള ജനിതക മാറ്റങ്ങളും ഉണ്ടാക്കാതെ ഉള്ള ഒരു പ്രക്രിയയാണ് തിരഞ്ഞെടുക്കൽ പ്രക്രിയ എന്ന് പറയുന്നത്. അപ്പൊ എയും ശരിയാണ്. ഏറ്റവും പ്രാചീനമായ വിളനവീകരണ പദ്ധതിയാണ്, അതുപോലെ തന്നെ വിളനശീകരണ പദ്ധതിയാണ് തിരഞ്ഞെടുക്കൽ. അതുപോലെ തന്നെ സെലക്ഷൻ ഒരു തരത്തിലുള്ള ജനിതക മാറ്റവും വിളയിൽ ഉണ്ടാവുന്നില്ല. ഇത് രണ്ടും ശരിയാണ്. അപ്പൊ ഓപ്ഷൻ സി ആണ്, എ ആൻഡ് ബി ആണ് ശരിയായ ഉത്തരം. മനുഷ്യൻ കൃത്രിമ സങ്കരവൽക്കരണത്തിലൂടെ വികസിപ്പിച്ചെടുത്ത ധാന്യവിളയാണ് ട്രിറ്റിക്കം, ഹോഡിയം, ട്രിറ്റിക്കേൽ, എല്ലുസിൽ. എന്താണ് ഈ ട്രിറ്റിക്കേൽ എന്ന് പറഞ്ഞാൽ? ട്രിറ്റിക്കേൽ എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് സങ്കര ഇനമാണ്. എന്തിന്റെ? ഗോതമ്പിന്റെയും റൈയുടെയും സങ്കര ഇനമാണ് ട്രിറ്റിക്കേൽ എന്ന് പറയുന്നത്. സങ്കര ഇനമാണ് മനുഷ്യൻ കൃത്രിമ സങ്കരവൽക്കരണത്തിലൂടെ ഗോതമ്പിൽ നിന്നും റൈയിൽ നിന്നും കൂടെ വർഗസങ്കരണം നടത്തി ഉണ്ടാക്കിയെടുത്ത ഒരു ഇനമാണ് ട്രിറ്റിക്കേൽ. അപ്പൊ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. സസ്യങ്ങൾ ധാതുക്കൾ ആഗിരണം ചെയ്യുന്നത് താഴെ പറയുന്ന ഏത് അവസ്ഥയിലൂടെ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം അല്ലെ. സസ്യങ്ങൾ ധാതുക്കളെ ആഗിരണം ചെയ്യുന്ന ഏത് അവസ്ഥയിലാണ്? അയോൺ ആയിട്ടാണ് സസ്യങ്ങൾ ധാതുക്കളെ ആഗിരണം ചെയ്യുന്നത്. സസ്യങ്ങൾ ധാതുക്കൾ ആഗിരണം ചെയ്യുന്നത് അയോൺ അവസ്ഥയിലാണ് ആഗിരണം ചെയ്യുന്നത്. സസ്യങ്ങൾ പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ജലം വിഘടിപ്പിക്കുന്നത് താഴെ പറയുന്നതിലുള്ള ഏത് പ്രകാശ സംശ്ലേഷണ യൂണിറ്റുമായി ബന്ധപ്പെട്ടതാണ്? ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ലെസൺ, അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം ഉയർന്ന സസ്യങ്ങളിൽ എന്ന് പറഞ്ഞൊരു ലെസൺ +1 SCRT ടെക്സ്റ്റിലുണ്ട്. അതിനകത്ത് ഫോട്ടോസിസ്റ്റത്തിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഓരോന്നിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് പ്രകാശ സാന്നിധ്യത്തിൽ ജലം വിഘടിപ്പിക്കുന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ്? P680 ആയിട്ട് ബന്ധപ്പെട്ടാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. നൈട്രജൻ ഫിക്സേഷനുമായി ബന്ധപ്പെട്ട് സസ്യങ്ങളിൽ കാണുന്ന വർണ്ണകം ഏതാണ്? നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നൈട്രജൻ സ്ഥിരീകരണം എന്നാണ് മലയാളം വാക്ക്. നൈട്രജൻ സ്ഥിരീകരണത്തിന് ഇവിടെ ഫിക്സേഷൻ എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷ് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, മറിച്ച് മലയാളം വാക്ക് അല്ല എന്നുള്ളത് ശ്രദ്ധിച്ചോളുക. നൈട്രജൻ സ്ഥിരീകരണം അഥവാ നൈട്രജൻ ഫിക്സേഷൻ. അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അബണ്ടന്റ് സോഴ്സ് ഓഫ് നൈട്രജൻ എന്നാണ് പറയുന്നത്. നൈട്രജന്റെ കലവറയാണ്, ഒടുങ്ങാത്ത കലവറയാണ് അന്തരീക്ഷം എന്ന് പറയുന്നത്. ഈ അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ അതേപടി ആഗിരണം ചെയ്യാൻ സസ്യങ്ങൾക്ക് സാധ്യമല്ല. പകരം അവരെന്ത് ചെയ്യും? നൈട്രേറ്റുകളായിട്ടോ മണ്ണിൽ ഉറപ്പിച്ച ശേഷമാണ് അവർ ആഗിരണം ചെയ്യുന്നത്. അങ്ങനെ മണ്ണിൽ ഉറപ്പിക്കുന്ന ആ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് നൈട്രജൻ ഫിക്സേഷൻ അഥവാ നൈട്രജൻ സ്ഥിരീകരണം. പലതരത്തിലും ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ലെഗുമിനസ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ പയറുവർഗത്തിൽപ്പെട്ട ചെടികളുടെ വേരുകളിൽ മുഴകൾ കാണാറുണ്ട്. പയറുവർഗത്തിൽപ്പെട്ട ചെടികളുടെ വേരുകളിൽ കാണുന്ന മുഴകൾ എന്താ ചെയ്യുക? ഈ മുഴകളിൽ കാണുന്ന ബാക്ടീരിയ, ഉദാഹരണത്തിന് റൈസോബിയം എന്ന് പറയും. റൈസോബിയം ഒക്കെ നൈട്രജൻ ഫിക്സേഷൻ നടത്തുന്നതാണ്. അതുപോലെ തന്നെ മണ്ണിൽ സ്വതന്ത്രമായി കാണുന്ന അസോസ്പൈറില്ലം, ഇവരൊക്കെ അസറ്റോബാക്ടർ, ഇവരൊക്കെ നൈട്രജൻ സ്ഥിരീകരണം നടത്തുന്നവരാണ്. അപ്പൊ നൈട്രജൻ ഫിക്സേഷൻ നടത്തുന്ന ആൾക്കാരാണ് പയറുവർഗത്തിൽപ്പെട്ട ചെടികളുടെ വേരുകളുടെ മുഴയിൽ കാണുന്ന റൈസോബിയം, മണ്ണിൽ സ്വതന്ത്രമായി കാണുന്ന അസറ്റോബാക്ടർ, അസോസ്പൈറില്ലം എന്നിവയൊക്കെ. ഇതിൽ കാണുന്ന വർണ്ണകം, ലെഗുമിനസ് പ്ലാന്റ്സിൽ കാണുന്ന വർണ്ണകം, അതായത് നൈട്രജൻ ഫിക്സേഷനുമായി ബന്ധപ്പെട്ട് സസ്യങ്ങളിൽ കാണുന്ന വർണ്ണകം ഏതാണെന്നാണ് ചോദിച്ചത്. ലെഗുമിനസ് പ്ലാന്റ്സിൽ കാണുന്ന വർണ്ണകം എന്ന് ഓർക്കുക, ലെഗ് ഹീമോഗ്ലോബിൻ. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. കൊഴുപ്പിന്റെ ബീറ്റാ ഓക്സിഡേഷൻ നടക്കുന്നത് ഏത് കോശാംഗത്തിൽ വെച്ചാണ്? കൊഴുപ്പിന്റെ ബീറ്റാ ഓക്സിഡേഷൻ നടക്കുന്നത്
മൈറ്റോകോൺട്രിയയിലും ഗ്ലയോക്സിസോംസിലും വെച്ചാണ്. മൈറ്റോകോൺട്രിയ അറിയാമല്ലോ, മൈറ്റോകോൺട്രിയ എന്താ നിങ്ങൾക്ക് അറിയാം. മൈറ്റോകോൺട്രിയയിൽ വെച്ചും അതുപോലെ ഗ്ലയോക്സിസോംസിലും വെച്ചാണ് കൊഴുപ്പിന്റെ ബീറ്റ ഓക്സിഡേഷൻ നടക്കുന്നത്. എയും ബിയും ആണ് ശരിയായ ഉത്തരം. അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ക്രമഭംഗത്തിൽ ആദ്യം നടക്കുന്ന എന്താണ്? ക്രമഭംഗം എന്ന് പറഞ്ഞാൽ മൈറ്റോസിസ്. മൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ മൈറ്റോസിൽ നിങ്ങൾക്ക് അറിയാം പ്രൊഫേസ്, മെറ്റാഫേസ്, അനഫേസ്, ടീലോഫേസ്. 4 ഫേസുകളാണ് കാണുന്നത്. പ്രൊഫേസ്, മെറ്റാഫേസ്, അനഫേസ്, ടീലോഫേസ്. ആദ്യം കീലതന്തുക്കളുടെ രൂപീകരണമൊക്കെ നടന്ന് മർമ്മകമൊക്കെ അപ്രത്യക്ഷമായി, മർമ്മസ്തരമൊക്കെ അപ്രത്യക്ഷമാവും. അത് കഴിഞ്ഞ് പതുക്കെ അവർ നടുക്കത്തെ ഭാഗത്ത് അറേഞ്ച് ചെയ്യും. അത് കഴിഞ്ഞ് രണ്ടുപേരും 2 വശത്തേക്ക് നീങ്ങുന്നു. പതുക്കെ 2 മർമ്മകവും മർമ്മസ്തരവും ഒക്കെ ഉണ്ടായി 2 മർമ്മങ്ങളാവുന്നു. പിന്നെ അത് കോശദ്രവ്യത്തിന്റെ വിഭജനവും നടക്കുന്നു അല്ലെ. അപ്പൊ അങ്ങനെ കോശദ്രവ്യത്തിന്റെ വിഭജനം നടക്കുമ്പോൾ സസ്യങ്ങളിലാണെങ്കിൽ പ്ലേറ്റ് ആയിട്ടാണ്, കോശഫലകമായിട്ടാണ് വിഭജനം നടക്കുന്നത്. 2 പുത്രികാകോശങ്ങളായി മാറുന്നത്. എന്നാൽ ജന്തുകോശങ്ങൾ മടക്കുകളുള്ളിലേക്ക് വലിഞ്ഞാണ് 2 കോശങ്ങളായി മാറുന്നത്. അപ്പൊ ക്രമഭംഗത്തിന്റെ വിവിധ ഘട്ടങ്ങളാണ് പ്രൊഫേസ്, മെറ്റാഫേസ്, അനഫേസ്, ടീലോഫേസ്. അപ്പൊ മൈറ്റോസിസ്, മിയോസിസ്, അതായത് ഊനഭംഗവും ക്രമഭംഗവും പഠിക്കണം. അതില് ആദ്യം നടക്കുന്ന എന്താണ്? കീലതന്തുക്കളുടെ രൂപീകരണം. കോശ സിദ്ധാന്തത്തിന്റെ പരിധിയിൽ വരാത്ത ജീവവിഭാഗമാണ് കുമിളുകൾ, ബാക്ടീരിയ, വൈറസ്, പായൽ. ഈ വൈറസിനെ കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളില്ല അല്ലെ. വൈറസിന് സ്വന്തമായിട്ടൊരു നിലനിൽപ്പില്ല. മറ്റുള്ളവരുടെ ശരീരത്തിനകത്ത് കയറുമ്പോൾ മാത്രമാണ് അവർക്ക് ജീവൻ ഉണ്ടാവുന്നത്. ടേക്ക് അപ്പ് ദ മിഷനറി ഓഫ് ദ ഹോസ്റ്റ്. അത് ആതിഥേയന്റെ കാര്യങ്ങളെയൊക്കെ ഏറ്റെടുത്തുകൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പൊ ഈ വൈറസ് ആകെ പ്രശ്നക്കാരനാണ്. കോശ സിദ്ധാന്തത്തില് എന്താ പറഞ്ഞിരിക്കുന്നത്? തിയോഡർ ഷ്വാനും MJ ഷ്ലീഡനും അല്ലെ, മാൽത്തിയാസ് ജെ ഷീഡനും. അവർ പറഞ്ഞത് സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് ഷ്ലീഡൻ പറഞ്ഞപ്പോൾ ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് ഷ്വാൻ പറഞ്ഞു. അതിനൊരു മോഡിഫിക്കേഷൻ ഒക്കെ നടത്തി കോശങ്ങൾ മുമ്പുണ്ടായിരുന്ന കോശങ്ങളിൽ നിന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് റുഡോൾഫ് വിർഷോയും പറയുകയുണ്ടായി. ഇതിനകത്ത് സസ്യശരീരമായി ജന്തുശരീരമായി ഇവരുടെയൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ ജീവനുള്ള എല്ലാം എന്ന് പറഞ്ഞപ്പോഴും അതിനകത്ത് ഉൾപ്പെടുത്തിയില്ല. അപ്പൊ വൈറസ് ആണ് ഇതിനകത്ത് ഉൾപ്പെടാത്തത്. കോശ സിദ്ധാന്തത്തിന്റെ പരിധിയിൽ ഉൾപ്പെടാത്ത ആളാണ് വൈറസ്. ഓപ്ഷൻ സി. കോശചക്രത്തിന്റെ ശരിയായ ക്രമം താഴെ പറയുന്നതിൽ ഏതാണ്? നമുക്കറിയാം G1 ഫേസ്, S ഫേസ്, സിന്തറ്റിക് ഫേസ്, G2 ഫേസ്, മൈറ്റോട്ടിക് ഫേസ്. അപ്പൊ G1, S, G2. അത് കഴിഞ്ഞാണല്ലോ മൈറ്റോട്ടിക് ഫേസ്. M എന്ന് പറയുന്ന മൈറ്റോട്ടിക് ഫേസ്. കോശം വിഭജിക്കുന്ന ഘട്ടമാണ് മൈറ്റോട്ടിക് ഫേസ്. അതിനു മുമ്പാണ് G1, S, G2. ഓരോന്നോരോന്നായിട്ട് അതിന്റെ ഗ്രോത്ത് ഒക്കെ നടക്കുന്ന ഫേസ് ആണ് G1, S സിന്തറ്റിക് ഫേസ്, G2 ഫേസ്, M ഫേസ്. അപ്പൊ G1, S ഫേസ്, G2, M ഫേസ്. അപ്പൊ കോശചക്രത്തിന്റെ ശരിയായ ക്രമം ഓപ്ഷൻ സി ആണ്. മനുഷ്യരിൽ ഹീമോഫീലിയയ്ക്ക് കാരണമാകുന്ന ജീൻ X ക്രോമസോമുകളിലാണ് കാണപ്പെടുന്നത്. താഴെ പറയുന്നതിൽ സാധ്യമല്ലാത്തത് കണ്ടെത്തുക. നമ്മൾ ഓർക്കേണ്ടത് ഹീമോഫീലിയ, രാജകീയ രോഗം, ബ്ലീഡേഴ്സ് ഡിസീസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഹീമോഫീലിയ എന്ന് പറയുന്നത് റിസസീവ് ജീനിലാണ് കാണപ്പെടുന്നത്. റിസസീവ് ജീൻ എന്ന് പറഞ്ഞാൽ റിസസീവ് കണ്ടീഷനിൽ കാണപ്പെടുന്ന ജീനിലാണ് കാണപ്പെടുന്നത്. അതായത് X ക്രോമസോമിൽ റിസസീവ് കണ്ടീഷനിൽ വന്നാലാണ് വരുന്നത്. ഇവിടെ നിങ്ങളൊരു കാര്യം ആലോചിച്ചോളൂ. X ക്യാപിറ്റൽ H ഇങ്ങനെ ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ ആ ആൾക്ക് അസുഖമൊന്നും ഉണ്ടാവില്ല. അതേസമയം X ക്യാപിറ്റൽ H, X സ്മോൾ h വരികയാണെങ്കിൽ ആ ആള് കാരിയർ ആയിരിക്കും, വാഹകരായിരിക്കും, അസുഖം കൊണ്ടു നടക്കുന്ന ആൾക്കാരായിരിക്കും. അടുത്ത തലമുറയിലേക്ക് കൊടുക്കാൻ പറ്റും, പക്ഷെ എന്നാലോ അവർക്ക് രോഗം ഉണ്ടാവുകയില്ല. X ക്രോമസോം, അതായത് 2 X ക്രോമസോമിൽ റിസസീവ് കണ്ടീഷൻ വന്നാൽ X സ്മോൾ h വന്നാൽ മാത്രമേ ആ സ്ത്രീക്ക് രോഗം ഉണ്ടാവുകയുള്ളൂ. എന്നാൽ പുരുഷന്മാരിൽ നേരെ തിരിച്ചാണ്. ഒരു X ഒരു Y ആണ് പുരുഷന്മാരിൽ കാണുന്നത്. അതിൽ X ക്യാപിറ്റൽ H Y ആണെങ്കിൽ രോഗമില്ല, X സ്മോൾ h Y ആണെങ്കിൽ രോഗമുണ്ട്. അപ്പോൾ രോഗം കൂടുതലായിട്ട് കാണാനുള്ള സാധ്യത ആർക്കാണ്? പുരുഷന്മാർക്കാണ്. മാത്രമല്ല ഈ രോഗം പകരുന്നത് പ്രധാനമായിട്ടും മുത്തശ്ശനിൽ നിന്ന് അമ്മ വാഹകയായിരിക്കും, അമ്മയിലൂടെ ആൺകുട്ടിക്കാണ് ഉണ്ടാവുക. അപ്പൊ മുത്തശ്ശനിൽ നിന്ന് ആൺ പേരക്കുട്ടിയിലേക്ക് പകരുന്ന ഒരു തരം ഇൻഹെറിറ്റൻസ് ആണിത്. ഇതിനെയാണ് നമ്മൾ ക്രിസ് ക്രോസ് ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ സിഗ്സാഗ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. മുത്തശ്ശൻ ഉണ്ടാവും, അമ്മ അതിന്റെ വാഹകയായിരിക്കും, ആ അമ്മയുടെ ആൺകുട്ടിക്ക് അസുഖം കിട്ടും. അപ്പൊ എങ്ങനെയാണ് ഇത് വരിക?
സാധ്യമല്ലാത്തത് കണ്ടെത്താനാ പറഞ്ഞിരിക്കുന്നത്. രോഗിയായ അച്ഛൻ മകൾക്ക് ജീൻ പകർന്നു നൽകുന്നു. രോഗിയായ അച്ഛൻ മകൾക്ക് ജീൻ പകർന്നു നൽകുന്നു. സാധ്യമാണോ എന്ന് ആലോചിക്കുക. അച്ഛന് രോഗമുണ്ടെങ്കിൽ XhY ആയിരിക്കും. അപ്പൊ അച്ഛൻ മകൾക്ക് കൊടുക്കുന്ന X എന്ന് പറയുന്നത് രോഗമുള്ള X ആണെങ്കിൽ അസുഖം വരാനുള്ള സാധ്യതയുണ്ട് അല്ലെ. രോഗിയായ അച്ഛൻ മകന് ജീന് പകർന്നു കൊടുക്കുന്നു. മകന് ജീൻ പകർന്നു കൊടുക്കാൻ സാധ്യതയില്ല. കാരണം XY ക്രോമസോമാണ് അച്ഛനുള്ളത്. അതില് അച്ഛൻ കൊടുക്കുന്നത് Y ക്രോമസോം. മകനാണെങ്കിൽ അച്ഛന് മാത്രമേ Y ക്രോമസോം കിട്ടുകയുള്ളൂ. അപ്പൊ മകന് അച്ഛനിൽ നിന്ന് Y ക്രോമസോം കിട്ടുമ്പോൾ Y രോഗമുള്ള അല്ലെങ്കിൽ വാഹകരായ ജീനുകളല്ല, Yയിലല്ല കാണുന്നത്, Xലാണ്. അതുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് നിന്ന് മകന് കിട്ടാൻ യാതൊരു സാധ്യതയില്ല. വാഹകയായ അമ്മ മകൾക്ക് ജീൻ പകർന്നു കൊടുക്കുന്നു, ആവാം. അതുപോലെ തന്നെ വാഹകയായ അമ്മ മകന് ജീൻ പകർന്നു കൊടുക്കുന്നു, അതും സംഭവിക്കാം. അപ്പൊ ഇവിടെ ഒട്ടും തന്നെ സാധ്യമല്ലാത്തത് രോഗിയായ അച്ഛൻ മകന് ജീൻ പകർന്നു കൊടുക്കുന്നതാണ്. ആലോചിക്കാൻ ഒന്നുമില്ല. കാരണം എന്താ വെച്ചാല് അച്ഛൻ മകന് കൊടുക്കുന്നത് Y ക്രോമസോമാണ്. Y അച്ഛന് കൊടുക്കാൻ പറ്റില്ല, അതോടാണല്ലോ മകനായത്. Y ക്രോമസോം കൊടുക്കും. പക്ഷെ ഹീമോഫീലിയക്ക് കാരണമാകുന്ന ജീൻ എവിടെയാണ്? X ക്രോമസോമിലാണ്. അതുകൊണ്ട് എന്തായാലും മകന് വരില്ല, ഈ കണ്ടീഷനിൽ വരില്ല. അപ്പോ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഖർഗോവിന്ദ് ഖൊരാന പരീക്ഷണശാലയിൽ കൃത്രിമമായി സമന്വയിപ്പിച്ചത് ജീൻ. ഖർഗോവിന്ദ് ഖൊരാന, മാർഷൽ നീരൻബർഗ് ഇവരുടെയൊക്കെ കണ്ടുപിടുത്തങ്ങളെ നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാനേ പറ്റില്ല, പഠിക്കുകയും വേണം. അപ്പൊ ഖർഗോവിന്ദ് ഖൊരാന, മാർഷൽ നീരൻബർഗ് ഇവരെയൊക്കെ നമ്മൾ പഠിക്കണം. ജീനാണ് കൃത്രിമമായി വികസിപ്പിച്ചെടുത്ത നൈട്രജൻ ബേസ് ഡയോക്സിറൈബോസ് മാംസ തന്മാത്ര വികസിപ്പിച്ചെടുത്തത് ജീനാണ്. പ്രോട്ടോസെൽ രൂപീകരണത്തിന് താഴെ പറയുന്നതിൽ സാധ്യമായ ക്രമം കണ്ടെത്തുക. അജൈവവാതകം, അമിനോ അമ്ലങ്ങൾ, മാംസ്യം, മൈക്രോസ്ഫിയർ. അജൈവവാതകം ന്യൂക്ലിയോടൈഡ്സ്, ന്യൂക്ലിക് അമ്ലങ്ങൾ, ജീനുകൾ. ജലം, ലവണങ്ങൾ, മാംസ്യം, ഓക്സിജൻ. അതാവാൻ എന്തായാലും വഴിയില്ല. പക്ഷേ നിങ്ങൾ നോർത്തേ, അജൈവവാതകത്തിൽ നിന്ന് അമിനോ അമ്ലങ്ങൾ ഉണ്ടാവുകയും അമിനോ അമ്ലങ്ങളിൽ നിന്ന് മാംസ്യം അഥവാ പ്രോട്ടീനുകൾ ഉണ്ടാവുകയും മൈക്രോസ്ഫിയർ ഉണ്ടാവുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ന്യൂക്ലിയോടൈഡുകൾ, ന്യൂക്ലിക് അമ്ലങ്ങൾ, ജീനുകൾ. രണ്ടും സാധ്യമായ കാര്യമാണ്. എയും ബിയും സാധ്യമായ കാര്യമാണ് അല്ലെ. അപ്പൊ എയും ബിയും സാധ്യമായ കാര്യമാണ്. പ്രോട്ടോസെൽ രൂപീകരണത്തിന് ആദ്യത്തെ സെൽ, അതാണ് പ്രോട്ടോസെൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പരിണാമത്തിലാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുന്നത്. ഓർക്കുക, ഹരോൾഡ് യൂറിയൻ, സ്റ്റാൻലി മില്ലർ എക്സ്പെരിമെന്റ് ഒക്കെ ഓർക്കുക, ഒപ്പാൻ ഹാൽഡേനെ മറക്കാതിരിക്കുക. ഇതൊക്കെയാണ് നമ്മളിവിടെ പഠിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? വർഷങ്ങൾക്ക് മുമ്പ്, അതായത് മില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ, ഒരുപാട് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി വളരെ ചൂട് പിടിച്ച ഒരു സാധനമായിരുന്നു. അങ്ങനെ ചൂട് പിടിച്ച ഭൂമിയിൽ നിന്ന് നല്ലോണം ചൂട് പിടിച്ച വാതകങ്ങൾ എന്ത് ചെയ്യും? നമുക്കാണെങ്കിൽ നല്ല ചൂട് കയറിയാൽ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ മുകളിലോട്ട് അറിയാതെ പൊങ്ങും അല്ലെ. അതുപോലെ അവിടെ ഉണ്ടായിരുന്ന കാർബണും ഹൈഡ്രജനും നൈട്രജനും ഓക്സിജനും ഒക്കെ മുകളിലോട്ട് ഇങ്ങനെ പൊങ്ങിപ്പോയി. അവർ മുകളിലോട്ട് ഇങ്ങനെ പൊങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും കുറെ ദൂരം യാത്ര ഒരുമിച്ച് ചെയ്യുമ്പോൾ അവർ കൂട്ടുകൂടും അല്ലെ. അങ്ങനെ അവർ കൂട്ടുകൂടി. കാർബണും ഓക്സിജനും ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡും, കാർബണും ഹൈഡ്രജനും ചേർന്ന് മീഥൈനും, നൈട്രജനും ഹൈഡ്രജനും അമോണിയയും, ഹൈഡ്രജനും ഓക്സിജനും ചെയ്ത് നീരാവിയൊക്കെ ഉണ്ടായി. ഇവർ കൂട്ടുപിടിച്ചു. പക്ഷെ മുകളിലെത്തിയപ്പോൾ തണുത്തു തുടങ്ങി, ചൂട് തീർന്നു. അങ്ങനെയാണല്ലോ നമുക്ക് എല്ലാ കാര്യങ്ങളിലും തുടക്കത്തിലാണല്ലോ ഒരു ആവേശം അല്ലെ, ആരംഭശൂരത്വം എന്നൊക്കെ പറയില്ലേ. അതുപോലെ മുകളിലെത്തിയപ്പോൾ തണുത്തു, അവർ താഴത്തേക്ക് വന്നു. താഴത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ നീരാവി ഇങ്ങനെ താഴത്തേക്ക് വന്നപ്പോൾ അത് ജലമായി ഭൂമിയിൽ ജലസ്രോതസ്സുകൾ ഉണ്ടായി. ബാക്കിയുള്ളവരെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ അവിടെ അമിനോ അമ്ലങ്ങൾ ഉണ്ടായി. അങ്ങനത്തെ അമിനോ അമ്ലങ്ങളിൽ നിന്ന് മാംസ്യങ്ങളും ഒക്കെ ഉണ്ടായി, പ്രോട്ടീനുകളൊക്കെ ഉണ്ടായി. ഇങ്ങനെയാണ് ആദ്യമായിട്ട് ഭൂമിയിൽ ജീവൻ ഉണ്ടായെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതിന് എക്സ്പെരിമെന്റൽ പ്രൂഫ് ഉണ്ട് അല്ലെ, പരീക്ഷണം നടത്തി തെളിയിക്കപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ പഠിക്കേണ്ടി വരും. അപ്പൊ ഈ ടോപ്പിക് എന്തായാലും ഉണ്ട് ക്വസ്റ്റ്യൻ. വംശനാശ ഭീഷണി നേരിടുന്ന ഗ്ലൂട്ടാ ട്രാവൻകോറിക്ക എന്ന അപൂർവ മരത്തിന്റെ സംരക്ഷണത്തിനായി കേരളത്തിലുള്ള വന്യജീവി സങ്കേതമാണ് ചിന്നാർ, ഇടുക്കി, സെന്തുരണി, പേപ്പാറ. സെന്തുരണിയാണ് ഇതിന്റെ ഉത്തരം. സെന്തുരണി ഫോറസ്റ്റ്, സെന്തുരണി ഫോറസ്റ്റ്, തെന്മല ഇക്കോ ടൂറിസലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എനിക്ക് വളരെ പരിചിതമായ സ്ഥലമാണ്. ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ എൻ്റെ MSc കാലമാണ് ഞാൻ ഓർക്കുന്നത്. കാരണം MScയിൽ ഞങ്ങളുടെ ട്രിപ്പ് ഇവിടെയായിരുന്നു. സ്റ്റഡി ടൂർ എന്ന് പറയുന്നത് ചെന്തുരണി ഫോറസ്റ്റിലായിരുന്നു. അപ്പൊ നമ്മൾ എപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്, അവിടുന്ന് ഒന്നും എടുത്തോണ്ട് വരരുത്, നമ്മുടെ ഓർമ്മകളെ അല്ലാതെ ഒന്നും അവിടെ നിന്ന് എടുത്തോണ്ട് വരരുത്.
ഒന്നും അവിടെ കളഞ്ഞിട്ട് വരരുത്. നമ്മളിവിടെ കൊണ്ടുപോകുന്ന ഒന്നും കളഞ്ഞിട്ട് വരരുത്. കളഞ്ഞിട്ട് പകരം നമ്മൾ എന്തുമാത്രം അവിടെ കളയാൻ പാടുള്ളൂ? നമ്മുടെ കാലടിപ്പാടുകളെ മാത്രമേ കളയാൻ പാടുള്ളൂ. നമ്മുടെ കാലടിപ്പാടുകളെ അവിടെ ഉപേക്ഷിച്ച് നമ്മുടെ ഓർമ്മകളെയും കൊണ്ട് വരാനാണ് പറയുന്നത്. അങ്ങനെ സംരക്ഷിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് നമ്മുടെ പല ടൂറിസം മേഖലകളിലെ പല സംരക്ഷിക്കപ്പെടുന്ന സാധനങ്ങളും. വംശനാശ ഭീഷണി നേരിടുന്ന ഗ്ലൂട്ടാ ട്രാവൻകൂറിക്ക എന്ന അപൂർവ മരത്തിന്റെ സംരക്ഷണത്തിനായി കേരളത്തിലുള്ള വന്യജീവി സങ്കേതമാണ് സെന്തുരുണി. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. പരീക്ഷണശാലകളിൽ അണുനശീകരണത്തിന് ഉപയോഗിക്കുന്ന ഓട്ടോക്ലേവുകളിലെ ജലത്തിന്റെ തിളനില. നമ്മൾ ഓട്ടോക്ലേവിന്റെ പ്രിൻസിപ്പിൾ പഠിക്കണേ, നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി പഠിപ്പിക്കാം. നമ്മൾ ബീഫും പോർക്കും ഒക്കെ കഴിക്കുന്ന സമയത്ത് എപ്പോഴും പറയാറുണ്ട്, എന്താ പറയാ, പ്രഷർ കുക്കറിലിട്ട് വേവിക്കണം. അതായത് നല്ല ഹൈ ടെമ്പറേച്ചറിലും ഹൈ പ്രഷറിലും വർക്ക് ചെയ്യുന്ന ഒന്നാണ് ഈ പ്രഷർ കുക്കർ. അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സാധാരണ വെള്ളം തിളയ്ക്കുന്നതിനേക്കാളും തിളനിലയിലാണ് തിളയ്ക്കുന്നത്. അപ്പൊ അതിനകത്തുള്ള അണുക്കളും അതിനകത്തുള്ള വിരകളും ഒക്കെ ചത്തുപോകും. അപ്പൊ പ്രഷർ കുക്കറിൽ വേവിക്കുന്നത് നമുക്ക് പല അസുഖങ്ങളും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആവിയിൽ വേവിച്ച ഭക്ഷണം എന്ന് പറയുന്നത് വളരെ നല്ലതാവുന്നു അതുകൊണ്ട് തന്നെയാണ്. അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് ഓട്ടോക്ലേവ്, അല്ലെങ്കിൽ ഓട്ടോക്ലേവിന്റെ പ്രിൻസിപ്പിൾ ആണ് പ്രഷർ കുക്കറിന്. അവിടെ ജലത്തിന്റെ തിളനില എങ്ങനെയായിരിക്കും? 100 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലായിരിക്കും. സംശയമില്ലാത്ത കാര്യം അല്ലെ, 100 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലായിരിക്കും. പ്രകൃതിയുടെ സ്വന്തം ജനറ്റിക് എഞ്ചിനീയർ എന്നറിയപ്പെടുന്ന സൂക്ഷ്മാണു, പ്രകൃതിയുടെ സ്വന്തം ജനറ്റിക് എഞ്ചിനീയർ എന്നറിയപ്പെടുന്ന സൂക്ഷ്മാണു: എ അഗ്രോബാക്ടീരിയം, ബി റൈസോബിയം, സി ഈക്കോളി, ഡി അസറ്റോബാക്ടർ. അഗ്രോബാക്ടീരിയം ടൂമിഫേസിയൻസ് നമ്മൾ പഠിക്കും. അഗ്രോബാക്ടീരിയത്തിനെ കുറിച്ച് വളരെ വിശദമായിട്ട് ബയോടെക്നോളജി എന്നുള്ള ചാപ്റ്ററിൽ. അപ്പൊ നമ്മൾ NCERT ടെക്സ്റ്റ് 11, 12 വരെ ഉള്ളത് വിട്ടിട്ട് ഒരു കളിയില്ല. അപ്പൊ 5 മുതൽ 10 വരെയുള്ള മലയാളം മീഡിയത്തിന്റെ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് സൂക്ഷിച്ച് കൈവയ്ക്കുക, ഇപ്പൊ തന്നെ ശേഖരിച്ചു തുടങ്ങുക. അതുപോലെ തന്നെയാണ് 11ഉം 12ഉം അതിന്റെ മലയാളം ബുക്കും എടുത്തു വെക്കുക. ഇതിന്റെ ഹയർ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കില്ല എന്നല്ല പറയുന്നത്, ചോദിക്കും. പക്ഷെ ഇത്രയും നിങ്ങളുടെ കയ്യിൽ സിലബസിനോടൊപ്പം എന്തായാലും ഉണ്ടായിരിക്കണം. അഗ്രോബാക്ടീരിയം, ഞാൻ ഓരോ ചോദ്യവും പറയുമ്പോൾ ഇന്ന ലെസണിലുണ്ട് എന്ന് പറയുന്നത് അത് ഇന്നടത്താണ്. അതുകൊണ്ട് ആ ബുക്ക് പഠിച്ചിരിക്കണം. നിങ്ങൾ കണ്ടല്ലോ, ഓരോ ക്വസ്റ്റ്യൻ പറയുമ്പോഴും അത് NCERT ടെക്സ്റ്റിലുള്ളത് തന്നെയാണ്. അപ്പൊ നമ്മുടെ കയ്യിൽ ഇത് എന്തായാലും ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ ഇന്ന് 20 ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തത്. 20 ക്വസ്റ്റ്യൻ മനസ്സിലായിണ്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും ചോദ്യങ്ങളായിട്ട് നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.